നമസ്കാരം. ഇന്ന് നിമിഷയിലേക്ക് ഏവർക്കും സ്വാഗതം. വിഗ്രഹങ്ങളെല്ലാം തന്നെ ഉടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങളുടെ പടത്തലവന്മാർ എന്ന് പറഞ്ഞ് അധികാര കസാരകളിൽ കയറിയിരുന്ന് സാധാരണക്കാരായ സത്യസന്ധരായ പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിച്ച് സ്വന്തം വാലറ്റ് നിറയ്ക്കുക, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ മാത്രം ഭദ്രമാക്കുക എന്ന വലിയ വിശ്വാസവഞ്ചന ചെയ്ത ആളുകളുടെയൊക്കെ മുഖം മൂടി വീണു തുടങ്ങി. ഇത് രാഷ്ട്രീയത്തിലെ ഒരു പതിവ് രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏറെക്കാലമായി രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ പരസ്പരം കണ്ടില്ലെന്ന് നടിച്ച് എല്ലാവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ഉപജീവന മാർഗമായി മാത്രമാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം കാണുന്നത്. അപ്പോൾ പലരുടെയും തെറ്റുകുറ്റങ്ങളെ അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്തത്. പിന്നെ അവനോനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവനോൻ്റെ അഹത്തെ മുറിപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇവർ തെറ്റുകളെ പുറത്തേക്ക് കൊണ്ടുവരാനും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. അല്ലാതെ ധാർമ്മികതയുടെ പേരിലൊന്നുമല്ല. എൻ്റെ അഹത്തെ മുറിപ്പെടുത്തി, എൻ്റെ ഈഗോ ഹേർട്ടായി, അപ്പോൾ അതുകൊണ്ട് അവനെ നിലം പരിശാക്കണം എന്ന ഒരു സംഗതി എന്നതിൽ കൊണ്ട് മാത്രം, ഒട്ടും ധാർമ്മികതയുടെ പേരിലല്ല. പൊതുഖജനാവ് നഷ്ടം വരുന്നത്, ഇപ്പോൾ പൊതുഖജനാവിന് വരുത്തുന്ന നഷ്ടം ഇപ്പോൾ ആരുടെയും കൺസേൺ അല്ല. അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കൊക്കെ ഇപ്പം നീറ്റ് പരീക്ഷയുടെ വെറുതെ അയാളെ വിദ്യാഭ്യാസ മന്ത്രി ഡയസിലേക്ക് കയറുമ്പോൾ പാർലമെൻറ്റിൽ നീറ്റ് എന്ന് പറഞ്ഞ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിയതൊഴികെ കാര്യമായിട്ടുള്ള പ്രതിഷേധമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അത് കയ്യിലെടുക്കേണ്ടി വന്നത്, അത് ഏറ്റുപിടിക്കേണ്ടി വന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ CMRL എക്സാലോജിക് കേസും അതുപോലെ തന്നെ മറ്റ് കേസുകളൊക്കെ തന്നെ. അതിനു മുന്നേ ഈ കേസിൻ്റെ പ്രതിയോഗികൾക്കൊക്കെ അറിയാമായിരുന്നു. അവരുടെ വീട്ടിലൊരു ഇഷ്യൂവിന് അവരുടെ മേൽ തട്ടി അവരെ പ്രസ്റ്റിജ് ആയപ്പോൾ മാത്രമാണ് അവർ കോടതിയെ സമീപിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ചില ചക്ലത്തി പോരാട്ടങ്ങളും ഒക്കെ ആയിരുന്നു. ആദ്യം മേൽ തട്ടിയിട്ടുള്ള ഒരു അന്വേഷണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവനവൻ്റെ മേത്ത് തട്ടി എന്ന് തോന്നിയപ്പോൾ അങ്ങനെ അവനൊരു പാഠം പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിൽ എന്തായാലും കേസൊക്കെ പുരോഗമിക്കുന്നു. നമ്മുടെ അദ്ദേഹം കരിമണൽ കർത്ത കൊടുത്ത മൊഴിയൊക്കെ പുറത്തു വന്നിരിക്കുന്നു. അപ്പം രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല. ചെയ്ത തെറ്റുകളൊക്കെ ജനങ്ങൾ ഏകദേശമൊക്കെ വളരെയധികം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാവങ്ങളുടെ പാർട്ടിയാണ്, പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് വന്നു നിന്ന് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ MD ഇരുന്ന് ജനങ്ങളെ ഗംഭീരമായി വഞ്ചിച്ചു എന്ന് വേണം നമുക്കൊക്കെ മനസ്സിലാക്കാനായിട്ട്. സർവീസൊന്നും കൊടുക്കാതെ കാശ് മേടിച്ചു എന്ന് പറയുന്നുണ്ട്. ഏകദേശം 45 ലക്ഷത്തോളം ഒരു അക്കൗണ്ടിലേക്ക് പോയി എന്ന് പറയുന്നു. അപ്പോൾ എന്ത് നൈതികതയാണ് ഉള്ളത്? പിണറായി വിജയൻ്റെ ആ ഇൻഫ്ലേറ്റഡ് ബലൂണല്ല, അദ്ദേഹം ഊതി ഉറപ്പിച്ച ബലൂണൊക്കെ പൊട്ടി ഷൂന്നായി തുടങ്ങിയിട്ടുണ്ട്. വീണ വിജയൻ ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ ഒരു നിവൃത്തിയില്ല. അഷ്ടിക്കരിയില്ലാതെ, ഗതിയും പരഗതിയില്ലാതെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ അച്ഛൻ്റെ മേൽവിലാസത്തിൽ, അച്ഛൻ്റെ മാത്രം തണലിൽ ഈ കണ്ട കാശ് വെറുതെ കിട്ടുക. ഒരു ആയുഷ്കാലം 2 ആയുഷ്കാലം സമ്പാദിച്ചാൽ പോലും ഈ സാധാരണ സ്ത്രീക്ക് 45 ലക്ഷം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല.
അപ്പോൾ വീണ വിജയൻ വളരെ സൗകര്യത്തോടു കൂടി, വീണ വിജയന് അന്ന് സെൽഫ് ഫിനാൻസിങ് സമരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ വിജയൻ അമൃതയിൽ പോയിട്ട് ഈ ടെക്നിക്കൽ എൻജിനീയറിംഗ് ബിരുദം നേടിയത്. അപ്പം തന്നെ നോക്കൂ, അതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ജനങ്ങൾക്ക് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പിന്നെയും ഒരു ജനങ്ങൾക്ക് എപ്പോഴും പൊക്കിക്കൊണ്ടു നടക്കാനും പൂജിക്കാനൊക്കെ ഒരാളെ എപ്പോഴും കിട്ടണം. ജനങ്ങൾക്ക് നീതിബോധം തീരെ ഇല്ല. അല്ല, ഇതിങ്ങനെ ചെയ്താൽ തെറ്റല്ലേ, ബാക്കിയുള്ള പുഷ്പൻ അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ആ പാവം മനുഷ്യൻ ചെക്കൻ്റെ ജീവിതമൊക്കെ പോയി. എത്ര കുട്ടിയോൾ അടിയിടിയും കൊണ്ടു. എന്നിട്ട് പിന്നീട് നടന്നതെന്താ? സ്വാശ്രയത്തിൻ്റെ അയ്യരുകളിയാണ് പിന്നീട് ഉണ്ടായത്. ആ ഒരു സമരം കൊണ്ട് അത്രയും ആൾക്കാർക്ക്, എത്ര അതിൽ സംബന്ധിച്ച ആൾക്കാർക്ക് അടിയും ഇടിയും ഒക്കെ കിട്ടി, അവരുടെ ജീവിതം പോയിട്ടുണ്ട്. പക്ഷേ പിന്നീട് സ്വാശ്രയത്തിൻ്റെ അയ്യരുകളിയാണ്. പിന്നീട് ഈ വന്നപ്പോൾ മന്ത്രി ബിന്ദു ആയപ്പോൾ ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ മകൾക്ക് അപ്പോഴും അമൃതാനന്ദമയുടെ കോളേജിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സെൻറ്ററിൽ പഠിക്കാനുള്ള അഡ്മിഷനും വാങ്ങി. പഠിച്ചു പാസ്സായോ എന്നൊന്നും അറിയില്ല, പക്ഷെ ജോലിയൊക്കെ ഉണ്ട്, കണ്ട കാശും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികാര ദുർവിനിയോഗം നടത്തി, നെപ്പോട്ടിസം, ഷീസ് എ നെപ്പോ കിഡ്, നെപ്പോട്ടിസം അവിടെ ഉണ്ടായി. ഇവിടെ നെപ്പോ കിഡ്സിന് മാത്രം രക്ഷയുള്ളൂ, ഇത് പേരിന് മാത്രം ജനാധിപത്യം ഇവിടെയുള്ളൂ എന്നുള്ളത് തെളിഞ്ഞു വരികയാണ്. നമ്മുടെയൊക്കെ ഒരു കാലം ഇനി അധികകാലമില്ല, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള കുട്ടികൾക്കെങ്കിലും ഇത്തരം അധാർമികതയ്ക്ക് എതിരെ ചോദ്യം ചെയ്യാൻ കഴിയട്ടെ. അത് കഴിഞ്ഞപ്പോൾ നീറ്റിനെതിരെ സമരം ചെയ്ത കുട്ടികളെല്ലാം തന്നെ ഒരു ഉപരിവർഗത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന കുട്ടികളാണ്. ഒരുപക്ഷെ ആ ഒരു ഘടകം തന്നെ ആയിരിക്കാം അവരുടെ വിജയത്തിൻ്റെ. കാരണം സമരങ്ങൾക്കൊക്കെ പൈസ വല്ലാതെ വേണമല്ലോ. സമരം ലാസ്റ്റ് ചെയ്യുമ്പോൾ തോറ്റു മടങ്ങിപ്പോവും. പൈസ വാരി എറിഞ്ഞ് നടത്തിയാലേ സമരം വിജയിക്കുള്ളൂ. കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ സമരം ചെയ്യാൻ സാധിക്കില്ലല്ലോ. അവസാനം ഇറങ്ങും, അവസാനത്ത് ഇറങ്ങാതിരിക്കാൻ വയ്യ. അപ്പോൾ ഒരു തലമുറയെ വഞ്ചിച്ച അല്ലെങ്കിൽ ചതിച്ച ഒരു കുറ്റം കൂടി ശ്രീ പിണറായി വിജയൻ അനുഭവിക്കേണ്ടി വരും. കാരണം ഞാനൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴൊക്കെ വളരെയധികം സന്തോഷിച്ചു. 2 വർഷം 2 ടെനർ അടുപ്പിച്ച് കിട്ടുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചു വിദ്യാഭ്യാസം എയ്ഡഡ് മേഖല അധ്യാപക നിയമനം PSCക്ക് വിടും. അദ്ദേഹത്തിന് എന്താ നഷ്ടപ്പെടാനുള്ളത്? എല്ലാം നേടിയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഒരു കാര്യം നീതിയുക്തമായി ചെയ്ത് അദ്ദേഹം പടിയിറങ്ങുന്നു നമ്മൾ കരുതി, വിശ്വസിച്ചു. ആദ്യത്തെ ടെൻഡറില്ല, എനിക്ക് രണ്ടാമത്തെ ടെൻഡറെങ്കിലും അത് നടത്തുമെന്ന് നമ്മളൊക്കെ വിശ്വസിച്ചു. പക്ഷെ അത് അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം ചെയ്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം നമ്മളൊക്കെ സസ്പെക്റ്റ് ചെയ്തിരുന്നു. ക്രൈം നന്ദകുമാറിൻ്റെയൊക്കെ വീഡിയോ കേൾക്കുമ്പോൾ സസ്പെക്റ്റ് ചെയ്തിരുന്നു. എന്നാലും ക്രൈം നന്ദകുമാറിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ നമുക്ക് പറ്റിയിരുന്നില്ല. ഉണ്ടെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ തെളിയുമല്ലോ എന്ന്. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്തോറും അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയെ 3ാം ടെൻഡർ മുഖ്യമന്ത്രിയായി നിന്നു. പക്ഷെ അതിനുവേണ്ടി ഒരുങ്ങി, തോറ്റപ്പോൾ പിൻവാങ്ങുന്ന വിചാരിച്ചു. പിന്നെ പ്രതിപക്ഷ നേതാവായി കടിച്ചു തൂങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, അധികാരമില്ലെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റില്ല. മുഖം പ്രതിച്ഛായയുടെ ഒരു പരിരക്ഷ നടക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് വീണ്ടും പ്രതിപക്ഷ നേതാവായി കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുകയാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവാതെ, ഒഴിഞ്ഞു പോകാൻ തയ്യാറാവാതെ, ചെറുപ്പക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ തയ്യാറാവാതെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു കടൽക്കിഴവിനെയാണ് പിണറായി വിജയനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദുഃഖമുണ്ട്. കാരണം നമുക്കൊക്കെ പലതും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ. തുല്യ ഓപ്പർച്യൂണിറ്റി, തുല്യ അവസരം ജനാധിപത്യത്തിലുള്ളതാണ്. ഈ തുല്യ അവസരം നിഷേധിക്കപ്പെട്ടവർക്കേ, നീതി നിഷേധിക്കപ്പെട്ടവർക്കേ അതിൻ്റെ വിഷമം അറിയുള്ളൂ. പിണറായി വിജയൻ്റെ മകളെപ്പോലെ തന്നെയാണ് എല്ലാവരുടെയും പെൺമക്കൾ. എല്ലാവർക്കും അവരുടെ മക്കളൊക്കെ ഇങ്ങനെ സേഫായി കൊണ്ടുനടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും സാധിക്കാറില്ല. വീണ വിജയൻ്റെ മാത്രം രക്ഷാധികാരിയായി മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മകളുടെയും രക്ഷാധികാരി മാത്രം ചുരുങ്ങി എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാവുകയാണ് തെളിവുകളൊക്കെ വരുമ്പോൾ.
ഇനി കേസ് ഇവിടെ ജസ്റ്റിസ് ഇസ് പർച്ചേസ്, ജസ്റ്റിസ് ഇസ് ബോട്ട്, നീതി കാശ് കൊടുത്ത് വാങ്ങാവുന്ന അവസ്ഥയാണ്. പിണറായി വിജയനൊക്കെ വീണ്ടും സംശുദ്ധനായി കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായി, അല്ലെങ്കിൽ വളരെ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി വരാൻ ഈ നാട്ടിൽ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ചിലപ്പോൾ സാധിച്ചേക്കും. പക്ഷേ പുതിയ തലമുറ ഉണർന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ചില പ്രത്യാശയുണ്ട്. ഇത്ര വലിയൊരു ചതി പൊതുജനങ്ങളോട് ആകരുതായിരുന്നു, യുവതലമുറയോട് ആകരുത്. അവരുടെ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഡിനൈ ചെയ്യരുതായിരുന്നു. അതിനുവേണ്ടി നിയമം അതിനുവേണ്ടി ഉപയോഗിക്കണമായിരുന്നു. നന്ദി, നമസ്കാരം.